പോകണം. അപ്പോൾ സാധനം പോയിട്ട് എടുക്കട്ടെ. സാധനം ഇവിടെ വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറേ സാധനങ്ങളുണ്ട്. ഇതൊരു വീട്ടുകളിലാണ്, പുറത്തുള്ള ഇതൊരു വീട്ടുകളിലാണ്. അപ്പോൾ ഞാൻ നേരെ വണ്ടിക്ക് കൊണ്ടുപോയി കയറ്റട്ടെ. രണ്ടെണ്ണം ഉണ്ടല്ലേ? ബിസ്ക്കറ്റുകളാണ്, 2 കവറുണ്ട്. അപ്പോൾ സാധനം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്ന് കൊണ്ടുപോയി കൊടുക്കേണ്ടത് നമ്മളെ ഇവിടെ മദീന ഖലീഫയിലാണ് ഉള്ളത്. ഒന്ന് നമ്മൾ ഹിലാൽ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഹിലാൽ ആ ഭാഗത്ത് നമ്മളിവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ജുമാൻ്റെ മുന്നായിട്ട് പോയിട്ട് തിരിച്ചെത്തുകയും ചെയ്യണം. പിന്നെ നമ്മളൊരു കൂട്ടുകാരുണ്ട്, നമ്മളെ റൂമിലുള്ള ആൾ തന്നെയായിരുന്നു. ആൾ ഇവിടുന്ന് പോയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തിരിച്ചെത്തിയിട്ടുണ്ട്. ആൾ ഇവിടെ നമ്മളെ ഒപ്പം തന്നെ ഉണ്ട്. ആസിമെ പോയിട്ട് ഇപ്പം എത്ര കൊല്ലായി? 4 വർഷമായി. 4 വർഷമായി. എന്താ ഇപ്പം നാട്ടിൽ നിന്നിട്ട് സെറ്റായില്ലേ? അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ചെലവ് കൂടുതലാണ്. ഇവിടുന്ന് പോയിട്ട് ഇപ്പം എത്ര കൊല്ലം? 4 കൊല്ലം കഴിഞ്ഞോ? 5 കൊല്ലമായോ? 4 വർഷമായി. 4 വർഷം കഴിഞ്ഞു. നാട്ടിൽ ചെന്നിട്ട് അതിന് വെറുതെ വന്നിട്ടില്ല, എന്തെങ്കിലും പണികളുണ്ടായിരുന്നല്ലോ അല്ലേ? പണി ഉണ്ടായിരുന്നു. പക്ഷെ പണി അനുസരിച്ചുള്ള നമ്മുടെ കാര്യങ്ങളെ കൂടി കാണണം, നടക്കൂല. നാട്ടില് 4 കൊല്ലം നിന്നുകണമെങ്കിൽ കൂടിയിട്ട് ഇവിടെ ആ 1 കൊല്ലം നിൽക്കണ ആ ഒരു വില നാട്ടിൽ കിട്ടുള്ളൂ. 4 കൊല്ലം ഇവിടെ നിന്നിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയത്. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു അല്ലേ, നാട്ടിൽ നിൽക്കണ്ടേ ആള്. അങ്ങനെ ഇപ്പൊ 4 വർഷം നാട്ടിൽ നിന്നിട്ടാണ് തിരിച്ചിപ്പോ ഇവിടെ ഖത്തറിലെത്തിയിട്ടുള്ളത്. നേരത്തെ നമ്മളെ വീട്ടില് ഒരു 2-3 വർഷം, എത്ര വർഷം ഉണ്ടായിരുന്നു നേരത്തെ? 2 വർഷം കൊറോണ സമയത്തൊക്കെ കൂടെ ഇറങ്ങുന്നത്. കൊറോണ സമയത്ത്, കൊറോണ കഴിഞ്ഞ ദിവസം പോയതുകൊണ്ട് ഒതുങ്ങി കഴിഞ്ഞപ്പോ. അതെ അതെ, കൊറോണ കിട്ടി. കൊറോണ സമയത്താണ് ഞാൻ പോയത്. കൊറോണയുടെ ആ തുടക്കത്തിലാണ് ഞാൻ നാട്ടിൽ പോയത്. ഞാൻ നാട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു 1.5 വർഷം ഞാൻ നാട്ടിൽ നിൽക്കേണ്ടിയുണ്ട്. ആശിമ് പിന്നെ ഒരു കൊറോണ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒതുങ്ങിയതിന് ശേഷമാണ് നാട്ടിൽ പോയത് അല്ലേ? അതുകൊണ്ട് പിന്നെ നാട്ടിൽ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോ കൊറോണ. നാട്ടില് എവിടെയാണ്? എറണാകുളം, കാക്കനാട്. കാക്കനാട്. യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? സുഖം? അൽഹംദുലില്ലാ, യാത്രയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ്? എയർ ഇന്ത്യ അല്ലേ? അല്ല, എയർ ഇന്ത്യയിൽ ഭക്ഷണം വല്ലതും കിട്ടുന്നുണ്ടോ? ഭക്ഷണം എന്ന് പറയാണ്ട് പിന്നെ രാത്രി ആയിരുന്നല്ല, അത് മറ്റേ മക്രോണി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല. അതെങ്കിലും കിട്ടില്ല എയർ ഇന്ത്യയിൽ. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അതും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഫുഡ് ആഡ് ചെയ്യണം, എന്നാലേ പിന്നെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കിട്ടുള്ളൂ. അടിച്ചില്ലെങ്കിൽ ഇല്ലല്ലോ. അപ്പൊ അവര് ഫോൺ നമ്പർ ചിലപ്പോ ഇയാള് നമുക്ക് തന്നിട്ടുണ്ടാവില്ല. വീടുകളാകുമ്പോ പിന്നെ നമുക്ക് അങ്ങനെ നേരെ കൊണ്ട് കൊടുക്കാം. കാറ്റാത്തോടെ അങ്ങനെ കയറാൻ പറ്റില്ല. നാട്ടിൽ ചെന്നിട്ട് നാട്ടിലെ മീൻ മാർക്കറ്റിൽ മീൻ സെയിൽ ചെയ്യുന്നതിന്റെ പരിപാടിയായിരുന്നു നമ്മൾ ആശിക്കിന്. അപ്പൊ അതിന്റെ കഥകളാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇത് നമ്മളെ മെസീല പെട്രോൾ പമ്പ്, മെട്രോ വന്നിട്ടുണ്ട് നേരത്തെ. നമ്മളെ മെസീല മെട്രോ സ്റ്റേഷനാണത്. ഇവിടെയൊക്കെ ഞാൻ അത് ഇത് തന്നെയാണ് നേരത്തെ. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നില്ല 4 കൊല്ലത്തിനായിട്ട്. അതിന് മുമ്പ് ലീവിന് പോയൊന്നല്ല, ബദറിന്റെ വീട്ടിൽ നിന്ന്. അതെ അതെ, അന്ന് വന്നു കഴിഞ്ഞപ്പോ ആകെ പറ്റുപോയി. ഫസ്റ്റ് നമ്മളെ വീട്ടിൽ വന്നപ്പോ ആ സമയത്ത് ഒരുപാട് മാറ്റം വന്നു. റോഡും ഒക്കെ ഫുള്ള് വ്യത്യാസം. 2-3 ആഴ്ച പിടിച്ചു സെറ്റ് ആവാനായിട്ട്. റൗണ്ടിൽ നമുക്ക് ലെഫ്റ്റാണ് കയറി കഴിഞ്ഞാൽ നേരെ ഒറ്റയടിക്കാണ് വിട്ടുകൊടുത്താൽ മതി ഹിലാലിക്ക്. അബ്ദുള്ളക്ക് മൂപ്പര് രാവിലെ എണീറ്റുകൊണ്ട് പോകുന്ന സൗണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ആസിമ് അവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കും.
വിളിച്ചതിന് ശേഷം പോയാൽ മതി. പക്ഷെ മൂപ്പർക്കൊരു സമാധാനം ഉണ്ടാവില്ല. വലിയ തിരക്കുണ്ടായിരുന്നില്ല. നമ്മുടെ കൊച്ചിയിൽ തിരക്കുണ്ടായിരുന്നു. ഇവിടെ ആദ്യം നമ്മൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഈ റോഡായിരുന്നല്ലോ യൂസ് ചെയ്തത്. ഇപ്പൊ പിന്നെ പുതിയ ഹൈവേ ഓപ്പൺ അതിനെ കൊണ്ട് അതിപ്പോ സൽവാർ റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്ന റോഡല്ലേ ഇപ്പൊ? സൽവാർ റോഡിന്റെ മുകളിൽ കൂടെ ഉള്ള ക്രോസ് ചെയ്ത് വന്നു. സൽവാർ റോഡ്, സെദ്, അൽവാബ് ആ റോഡിന്റെ ഒക്കെ ക്രോസ് ചെയ്തിട്ട് നേരെ മേലക്കൂടുള്ള എയർപോർട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മളെ ലാൻഡ് മാർക്കിന്റെ അവിടെ നിന്നാണ് പിന്നെ പല ഭാഗത്തേക്കും തിരിയുന്നത്. നമ്മള് സിഗ്നലില് നമ്മള് ഹിലാൽ സിഗ്നലിലെത്തി. ഈ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് തിരിഞ്ഞ് അല്ലാവില്ല ഹിലാൽ ഹോസ്പിറ്റൽ. ഇവിടെ ഈ നേരത്തെ വന്നിട്ടുണ്ട് ഈ വീട്ടില് ഉണ്ടാവണം. ഇവിടെ എപ്പോഴെങ്കിലൊക്കെ സാധനം കൊണ്ടുപോയി കൊടുക്കാനൊക്കെ വീടുന്നില്ല. നമ്മൾ മേടം വേറെ ഇവിടെ കുറെ പൂച്ചനെ വളർത്തുന്നുണ്ട്. അതാ മുന്നിൽ തന്നെ മുന്നിൽ കൊണ്ട് വന്നു പോയിട്ടാ അവിടെ കാണുന്നുണ്ടോ പൂച്ചനെ? മുന്നിൽ കൂടെ അങ്ങോട്ട് വരുന്ന കണ്ടില്ല. അത് ജെറ്റോർ. അടുത്ത സാധനം കൊടുക്കാനുള്ള ഇവിടെ ഇപ്പോൾ 2 സ്ഥലത്ത് സാധനം കൊടുക്കാണ്ടിരുന്ന് ഹിലാലിലും അതേമാതിരിക്കും മദീന ഖലീഫയിലും. അത് രണ്ടും കൊടുത്ത് ഇനി നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്. പിന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചക്കത്തെ ഉച്ചക്കത്തെ ചോറ്റിൻ്റെ പരിപാടി ഇപ്പോൾ നമ്മൾ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതടിക്കണം. അപ്പോൾ ആശിമ വന്നാലേ നാട്ടിൽ നിന്ന് ബിരിയാണി തന്നെ തുടങ്ങാതെ വിചാരിച്ചിട്ടുണ്ടാവും. മജ്ബൂസായിരിക്കില്ല, ബിരിയാണി ആയിരിക്കും മിക്കവാറും. വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ടാക്കല്. ഇനി പോകാൻ തീരുമാനം മാറ്റിക്കണമെന്നുള്ളത് നമുക്ക് ഇനി ഉച്ചക്ക് ചോറ് വളമ്പുമ്പോഴത്തെ കാണാം. മജ്ബൂസ് ഉണ്ടാക്കാറ് അല്ല, ബിരിയാണി അപ്പം ബിരിയാണി ഉണ്ടാക്കല്. മജ്ബൂസ് ഉണ്ടാക്കല് വല്ലാണ്ട് ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ കുറവാകുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ആള് മജ്ബൂസ് ഉണ്ടാക്കല്. മജ്ബൂസ് എളുപ്പമാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും സാധനം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇവിടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി റൂമിൽ പോയിട്ട് നേരെ പള്ളിയിൽ പോകാനുണ്ട്. ഹിമായ വിരിഞ്ഞ് വന്ന് ഇനി ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇന്നിപ്പോൾ ഇവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങാണ്ട് ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയാണ്. വീടെടുത്ത് കഴിഞ്ഞാൽ അവന് ചങ്ങന്മാർ വാക്കുകയാണ് പറയുന്നത്. ആസിമിന് വന്ന തന്നെ ബിരിയാണി, കോഴി ബിരിയാണി എങ്ങനെയുണ്ട് ആസിമ? പ്രൊഫസറല്ലേ? അവൻ വെള്ളിയാഴ്ച വന്നതിനെ കൊണ്ട് കോഴി ബിരിയാണി